എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിന്ന് ഒരുപാട് OTT റിലീസുകൾ ഉണ്ട്. അപ്പം നമുക്ക് വൈകുന്നേരം നേരെ ഒന്നാമത്തെ OTT റിലീസ് നോക്കാം. നമ്മുടെ ലിസ്റ്റ് ഒന്നാമതിലുള്ളത് തെലുങ്ക് മൂവിയാണ് സിനിമയുടെ പേര് ഡാ കൊയ്റ്റ്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ വളരെ നല്ലൊരു മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോ ആണ് OTT റിലീസ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഇന്ന് രാത്രി 12 മണിയോട് കൂടി തന്നെ ആമസോൺ പ്രൈം വീഡിയോയിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ റിലീസ് നടത്തുന്നതായിരിക്കും. ലിസ്റ്റിലുള്ളത് ഒരു ഹോളിവുഡ് സീരീസാണ്. സീരീസിൻ്റെ പേരാണ് സെറ്റഡ്. നമ്മുടെ പ്രിയങ്ക ചോപ്രയൊക്കെ പ്രധാന വേഷത്തുന്ന ഒരു ആക്ഷൻ സീരീസാണ്. ഇപ്പോൾ സീരീസിൻ്റെ പുതിയൊരു സീസൺ മെയ് 6 ആമസോൺ പ്രൈം വീഡിയോ വഴി റിലീസ് നടത്തിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോ വഴി ഈ സീരീസ് കാണാവുന്നതാണ്. ഇപ്പോൾ സീരീസ് കണ്ടിട്ടുള്ള ആരെങ്കിലും അതിൻ്റെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തെലുങ്കിൽ നിന്നും മോക്ടെയിൽ 3 എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ C5 വഴി റിലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് C5 വഴി നമ്മുടെ മോക്ടെയിൽ 3 കാണാവുന്നതാണ്. തിയേറ്ററിൽ ഫസ്റ്റ് പാർട്ട് പരാജയപ്പെടുകയും എന്നാൽ സെക്കൻഡ് പാർട്ട് വളരെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കുകയും ചെയ്ത സിനിമയാണ്. നമ്മുടെ സൈജു കുറുപ്പൊക്കെ പ്രധാനത്തില ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സൂപ്പർ സിനിമയാണ്. കോമഡി എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ വളരെ നല്ല മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. എന്തായാലും സിനിമ കാണാത്തവർക്ക് ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ കൃത്യം 12 മണിക്ക് തന്നെ OTT റിലീസ് നടത്തുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർക്ക് നെറ്റ്ഫ്ലിക്സ് വഴി കാണാം. നല്ലൊരു സിനിമയാണ്. റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദീപിൻ്റെ ലവ് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോ വഴി ഇപ്പോൾ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തരക്കില്ലാത്ത സിനിമയാണ്. തിയേറ്ററിൽ വലിയൊരു വിജയമൊന്നും ആയിട്ടില്ല. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ട് നോക്കാവുന്ന സിനിമയാണ് കേട്ടോ. ഇനി അടുത്തത് വേറെ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഷൻ ടീമിൻ്റെ വാഴ 2 ആണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഏകദേശം 230 കോടിക്ക് മേൽ സിനിമ വേൾഡ് വൈഡ് കളക്ഷനൊക്കെ നേടി ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ആയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 124 കോടിക്ക് അടുത്തോളം സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്തായാലും ഇപ്പം നമ്മുടെ ഡിസ്നി പ്ലസ് ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 8 അതായത് 12 മണിക്ക് മെയ് 8 റിലീസ് നടത്തുന്നത് കൺഫേം ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോവൻ, ഫഹദ് ഫാസിൽ എന്നീ വലിയൊരു താരം നിര തന്നെ അണിചേരുന്ന സിനിമയല്ല പാട്രിയോട്ടാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ ഒരു മിക്സഡ് അഭിപ്രായമാണ് നേടുക സാധിച്ചിട്ടുള്ളത്. വലിയൊരു കളക്ഷനും തിയേറ്ററിൽ നിന്നും സിനിമയ്ക്ക് ഇതുവരെ നേടുക സാധിച്ചില്ല. ഏകദേശം 65 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് കളക്ഷനൊക്കെ നേടുക സാധിച്ചിട്ടുള്ളത്. 65 കോടി വലിയ കളക്ഷൻ അല്ലേ എന്ന് ചോദിച്ചാൽ സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത് 125 കോടിയാണ്. ഏകദേശം 175 കോടിയെങ്കിലും മിനിമം ഗ്രോസ് കളക്ഷൻ നേടിയാൽ മാത്രമേ സിനിമ തിയേറ്ററിൽ വിജയിക്കുള്ളൂ. പക്ഷേ ഇപ്പം 65-70 കോടിക്ക് അടുത്ത് മാത്രമേ സിനിമ കളക്ഷൻ നേടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും സിനിമ തിയേറ്ററിൽ വിജയിക്കുമോ ഇല്ലയോ എന്നൊരു സംശയകരമായ കാര്യമാണ്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സിനിമയുടെ OTT റൈറ്റ്സ് ഇപ്പോൾ C5 വാങ്ങിച്ചിട്ടുണ്ട്. ഈ വരുന്ന മെയ് ലാസ്റ്റ് വീക്കോട് കൂടി സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇംഗ്ലീഷിൽ അതായത് ഹോളിവുഡിൽ നിന്ന് ഇറങ്ങിയ ഒരു ആക്ഷൻ മൂവിയാണ് ദേ വിൽ കിൽ യു. അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ്. നമ്മൾ റെഡി ഓർ നോട്ടൊക്കെ കണ്ടവർക്ക് ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായിട്ട് കണക്ഷനൊന്നുമില്ല. അതേപോലെ ഒരു ജനറൽ വരുന്ന സിനിമയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. അത്യാവശ്യം ടൈം പാസ് ചെയ്യാം. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സിനിമയാണ്. കാണാൻ താല്പര്യമുള്ളവർ കാണാം. ഇപ്പോൾ മൂവി അപ്ഡേറ്റ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണാം.